പശ്ചിമേഷ്യയെ ഏറ്റവും രക്തരൂക്ഷിതമാക്കിയ ഗാസ യുദ്ധത്തിന്റെ 2ാം വർഷമാണ് ഇന്ന് ഒക്ടോബർ 7. 2023 ഒക്ടോബർ 7-നാണ് സായുധരായ ഹമാസ് സംഘം ഇസ്രയേലിൽ കടന്നു കയറി ആക്രമണം നടത്തുന്നത്. ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അഭിമാനിച്ച അഹങ്കരിച്ച ഇസ്രയേലിന് വലിയ അപ്രതീക്ഷിതമായ ഞെട്ടലും ഒപ്പം തന്നെ നാണക്കേടുമാണ് ഹമാസിന്റെ ആ ആക്രമണങ്ങൾ വരുത്തിവെച്ചത്. തിരിച്ചടി അന്ന് തുടങ്ങിയതാണ്. ഇന്ന് 2ാം വർഷമാകുമ്പോഴും അതേപോലെ കടന്നാക്രമണം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. 2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രയേലിൽ മിന്നലാക്രമണം നടത്തിയ ഹമാസ് കൊന്നു തള്ളിയത് 1200 പേരെയാണ്. 1195 പേർക്ക് പരിക്കേറ്റു. 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. അപ്പോൾ അന്ന് 1200 പേരുടെ ജീവനെടുത്ത ആക്രമണമാണ് കണ്ടത്. ലോകരാഷ്ട്രങ്ങൾ അതിനെ അപലപിച്ച് രംഗത്തെത്തി. അതിൽ പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത്. അൽ അഖ്സ പ്രളയം എന്നതായിരുന്നു ഹമാസിന്റെ ആ ഓപ്പറേഷൻ അവർ നൽകിയിരുന്ന പേര്. അൽ അഖ്സയ്ക്ക് പ്രതികാരം എന്ന വണ്ണം ഇസ്രയേൽ അന്ന് തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 67,000-ലധികം മനുഷ്യരാണ്. അതിൽ 30,000-ഓളം കുട്ടികൾ. ആ കുഞ്ഞുങ്ങളിൽ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ എണ്ണം വലുതാണ്. പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഗസയിൽ കണ്ടു. അവിടുത്തെ 90%-ലധികം വരുന്ന വീടുകൾ നശിച്ചു. ആരാധനാലയങ്ങളും ഒപ്പം തന്നെ ആശുപത്രികളും വരെ ആക്രമണത്തിനിരയായി. റെഫ്യൂജി ക്യാമ്പുകൾ പോലും ആക്രമിക്കപ്പെട്ടു. ഭക്ഷണം കിട്ടാതെ ഇപ്പോഴും 6 ലക്ഷത്തിലധികം മനുഷ്യർ ഗസയിലെ ഭൂമിയിലുണ്ട് എന്നതാണ് കരുതുന്നത്. പലരും അവിടെ നിന്ന് പലായനം ചെയ്തു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ആ നാട് ഏറ്റുവാങ്ങി. മഹാനാശമാണ് ഗസ ഈ 2 വർഷക്കാലം അവിടെ കണ്ടത്. ഇതാണ് ഗസ കണ്ടുകൊണ്ടിരുന്നത്. 2 വർഷമായി ഈ കിരാതമായ വേട്ടയാണ് ഗസയിൽ നടക്കുന്നത്. പിന്നാലെ ഈ ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥി പ്രവാഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളും സ്കൂളുകളും റെഫ്യൂജി ക്യാമ്പുകളും വരെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,69,679 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് വിവരം. 67,000 മരണം എന്ന് പറയുമ്പോൾ അതിൻ്റെയും രണ്ടിരട്ടിയിലധികം ആളുകൾക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളിൽ 90%-ലധികം ഭവനരഹിതരായി. ഹമാസിന് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ നഷ്ടമായി. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ 2024 ജനുവരി 2-ന് ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഖ് അൽ അരൂരി ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ സൈനിക വിഭാഗം തലവൻ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനുമായ മുഹമ്മദ് ദെയ്ഫിനെ ജൂലൈ 13-ന് ഇസ്രയേൽ വധിച്ചു. ഒക്ടോബറിൽ ഹമാസ് തലവൻ യഹ്യ സിൻവറിനെയും വകവരുത്തി. ഹമാസിന്റെ നേതാവ് ഖലീൽ അൽ ഹയയെ ലക്ഷ്യമിട്ട് ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. അന്ന് ഖത്തറിലേക്കാണ് ഇസ്രയേലിന്റെ ആക്രമണം നടന്നത്. ഖലീൽ അൽ ഹയ കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെങ്കിലും ഖലീൽ അൽ ഹയയുടെ മകനെ ആ ആക്രമണത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സമാനതകളില്ലാത്ത നാശനഷ്ടമാണ് ഗസയിൽ ഇസ്രയേൽ പ്രത്യാക്രമണത്തിൽ നടത്തിയത്. ഗസയിൽ മാത്രമല്ല, ലബനനിലും സിറിയയിലും ഇറാനെതിരെയും ഏറ്റവും ഒടുവിൽ ഖത്തറിനെതിരെയും വരെ ആ ആക്രമണങ്ങൾ യുദ്ധം വ്യാപിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ സമാധാന ശ്രമങ്ങൾ എപ്പോഴുണ്ടായാലും ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ആ സമാധാന ശ്രമങ്ങളെപ്പോലും ഇല്ലാതാക്കാനുള്ള നീക്കവും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്.
അന്താരാഷ്ട്ര ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. UN അവിടെ നടക്കുന്നത് വംശഹത്യയാണ് എന്നത് UN സ്വതന്ത്ര ഏജൻസി കണ്ടെത്തി. ജനോസൈഡാണ് അവിടെ നടക്കുന്നത് എന്നത് അങ്ങനെ ലോകം തന്നെ സ്ഥിരീകരിച്ചു. ഒരു വംശഹത്യയുടെ UN പ്രഖ്യാപിതമായിട്ടുള്ള 5 മാനദണ്ഡങ്ങളിൽ 4 അവിടെ സംഭവിക്കുന്നുണ്ട് എന്നതായിരുന്നു UN ഗുരുതരമായ കണ്ടെത്തൽ. അപ്പോൾ ഈ 2 വർഷം പ്രതികാരം എന്ന നിലയിൽ ഗാസയെ ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രയേൽ ചെയ്തത്. അമേരിക്കയുടെ സെപ്റ്റംബർ 11 ആക്രമണം, അതിനോടാണ് ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഈ ആക്രമണത്തെ ഇസ്രയേൽ സമീകരിക്കുന്നത്. അങ്ങനെ തിരിച്ചടിക്കാനുള്ളത് തങ്ങളുടെ അവകാശമാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട്, ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ഗാസയെ ഇല്ലായ്മ ചെയ്യുന്ന നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധക്കുറ്റങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പേരിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഒപ്പം തന്നെ അവരുടെ പ്രതിരോധ മന്ത്രിയെയും ഈ ആക്രമണങ്ങൾക്ക് ശേഷം രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സാഹചര്യം കൂടിയുണ്ട്. ഈ അറസ്റ്റ് വാറണ്ട് ഭയന്ന് തന്നെയാണ് നെതന്യാഹു ഇപ്പോഴും ഉള്ളത്. ഏറ്റവും ഒടുവിൽ UN സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴും യൂറോപ്യൻ രാഷ്ട്രങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം 600 മൈൽ അധികം താണ്ടിയാണ് നെതന്യാഹു UN വേദിയിലേക്ക് എത്തിയത്. അപ്പോൾ ആ അറസ്റ്റ് വാറണ്ട് പുല്ല് വില കൊടുത്തിട്ട് അതിനെ അവഗണിച്ച് കഴിയുകയാണ് ഇപ്പോഴും. അപ്പോൾ ഏറ്റവും ഒടുവിൽ സമാധാന ശ്രമങ്ങൾ എത്തി നിൽക്കുകയാണ് 2 വർഷം പിന്നിടുമ്പോൾ. ഇപ്പോൾ 2 ഘട്ടങ്ങളിൽ മാത്രമാണ് ഇതിനു മുൻപ് ഈ ആക്രമണങ്ങൾക്കിടയിൽ വെടിനിർത്തൽ താൽക്കാലികമായെങ്കിലും ഉണ്ടായിട്ടുള്ളത്. അത് ദിവസങ്ങളുടെ ആശ്വാസം മാത്രമാണ്. ഓരോ ഘട്ടത്തിലും കാരണങ്ങൾ കണ്ടെത്തി ആ സമാധാന ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആക്രമണം ഇസ്രയേൽ കടുപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 2025 ജനുവരി 15-ന് ആണ് ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ ഉണ്ടായിരുന്നത്. വെടിനിർത്തൽ ധാരണ ഹമാസ് ലംഘിച്ചു എന്നാരോപിച്ചാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. ഇപ്പോൾ ഗസയെ സംബന്ധിച്ച് ഏക ആശ്വാസം, ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20-ദിന സമാധാന പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ആ ചർച്ചയിൽ അത് ഇസ്രയേലിന് വേണ്ടി രൂപപ്പെടുത്തിയ പദ്ധതി, ഇസ്രയേൽ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പദ്ധതിയാണ്. ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ പദ്ധതിയിൽ പറയുന്നത്. അതിൽ 2 നിർദ്ദേശങ്ങൾ മാത്രമാണ് ഹമാസ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. അത് വെടിനിർത്തലും ബന്ദികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈജിപ്തിൽ ചർച്ചകൾ നടന്നത്. ഇന്നലെ നടന്ന ചർച്ചകൾ പൊതുവെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നതാണ് കരുതപ്പെടുന്നത്. ട്രംപും സമാനമായ അഭിപ്രായം പങ്കുവെക്കുകയുണ്ടായി. ആ തുടർ ചർച്ചകളിലാണ് ഇനി ലോകത്തിന്റെ പ്രതീക്ഷ. പക്ഷേ 2 കാര്യങ്ങൾ മാത്രമാണ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നത്. നിരായുധീകരണം ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അതിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്ന നിർദ്ദേശമാണ് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ എത്ര നാൾ ചർച്ച, എങ്ങനെ പോകും, അതിന് ഇസ്രയേൽ വഴങ്ങുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷേ ആകെയുള്ള സമാധാനം, ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നത് മാത്രമാണ്. പക്ഷേ ആ ചർച്ചകൾക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ പോലും ഗസയിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ആ ആക്രമണങ്ങൾ നിർബാധം തുടരുന്നു. ഇന്നലെയും കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും നേരെ വരെ ആക്രമണമുണ്ടായി. റെഫ്യൂജി ക്യാമ്പുകൾക്ക് നേരെ വരെ ആക്രമണമുണ്ടായി. ഒരു ഭാഗത്ത് ആക്രമണം കടുപ്പിച്ചുകൊണ്ട് തങ്ങളുടെ തന്നെ ഒരു സമാധാന പദ്ധതി, തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൽ ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് ഒരു ഭാഗത്ത് ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നത്. എന്തായാലും എല്ലാ കണ്ണുകളും ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിലേക്കാണ്. അതിന്റെ തുടർ നീക്കങ്ങൾ എന്താകും എന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ്. അവിടെ ഒരു സമാധാനം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയാണ് എല്ലാവരെയും സംബന്ധിച്ചുള്ളത്. എന്തു തന്നെ സംഭവിച്ചാലും 2 വർഷക്കാലം എന്നത് അങ്ങേയറ്റം ലോകം കണ്ട ഏറ്റവും കിരാതമായ നടപടികളുടേതായിരുന്നു, വംശഹത്യയുടേതായിരുന്നു. ആ പലസ്തീന്റെ മണ്ണിൽ മരിച്ചു വീണ കുരുന്നുകൾ, എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ മരിച്ചു വീണ കുരുന്നുകൾ, അവരുടെ ജീവന്, അവരോട് ചെയ്ത ക്രൂരതയ്ക്ക് ഒന്നും മാപ്പർഹിക്കുന്നില്ല. അത് എന്നും നോവുന്ന മുറിവായി തന്നെ അവശേഷിക്കും. ഇനിയെങ്കിലും ആ അവസ്ഥ മാറട്ടെ, അവിടെ സമാധാനം പുലരട്ടെ എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സമാധാന ചർച്ചകൾ ഫലം കാണട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.